ബിഗ് ബോസ് വ്യാഴാഴ്ചത്തെ വൈകിട്ടത്തെ എപ്പിസോഡാണ്. രാവിലെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചുണർത്തി ഒരു പാട്ടിട്ട് കൊടുത്ത്, പാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്നും പറഞ്ഞ് അങ്ങ് നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സാബുമോൻ അനീഷിനോട് സാബുമോൻ പറഞ്ഞു, ബിഗ് ബോസ് മാത്രമല്ല കേട്ടത്, ബാംഗ്ലൂർ ലോറി ഓട്ടിച്ചുകൊണ്ട് പോണ ഡ്രൈവർ വരെ കേട്ട് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ് സാബുമോൻ നമ്മുടെ അനീഷിനെ കളിയാക്കി. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സാബുമോൻ ആതിരയോട് ചോദിക്കുന്നു, ഈ ബിഗ് ബോസ് ഇതിനു മുമ്പ് ഈ വീട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ തവണ ബിഗ് ബോസ് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ട് ടി വി കൂടി. അല്ല, ഈ വീട് ഫ്രണ്ട് എങ്ങനെയാണ്? കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറേ തുണികൾ ഇങ്ങനെ കസാരകളിലൊക്കെ വാരിയിട്ടിരിക്കുന്നു, അതിൽ കൂടി നോക്കുമ്പോഴോ എന്നും പറഞ്ഞ് ആതിരയോട് നമ്മുടെ സാബുമോൻ പറഞ്ഞു. അതിനുശേഷം ആതിര ചെന്ന് എല്ലാ അംഗങ്ങളോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരെങ്കിലും ഡ്രസ്സാണോ ആ കസാരയിലും കമ്പിയിലും ഒക്കെ ഇങ്ങനെ വാരിയിട്ടേക്കുന്നത്? അപ്പോൾ അവരാരും പറഞ്ഞ് അല്ല എന്ന്. അങ്ങനെ നമ്മുടെ ആതിര പോയി ഒരു വിരിപ്പെടുത്തുകൊണ്ട് വന്ന് വിരിപ്പിനകത്ത് ഈ ഡ്രസ്സുകളെല്ലാം വാരിക്കൂട്ടി കെട്ടിവെച്ചു. അതിനുശേഷം അതെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഉള്ളവരുടെ ആരെയും ഡ്രസ്സല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, ആദ്യം നിന്നവരുടെ ഡ്രസ്സാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആതിരയിഞ്ഞ് പോകുന്നു. ബിഗ് ബോസ് നമ്മുടെ സാബുമോൻ്റെ അടുത്ത് പറയുന്നു, അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചും സാബുമോൻ അവിടെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് സാബുമോൻ അവിടെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് വിളിച്ച് കണ്ടസ്റ്റൻറ്റുകളുടെ അടുത്ത് പറയുന്നു, സാബുമോനെക്കുറിച്ചും നിങ്ങൾ പറയണമെന്ന്. അങ്ങനെ സാബുമോനെയൊക്കെ കുറിച്ച് അവരും പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനീഷ് ഒരു കാര്യം തന്നെ ഒത്തിരി പ്രാവശ്യം പറയും. അപ്പോൾ സാബുമോൻ പറഞ്ഞു, അനീഷ് ഒരു കാര്യം തന്നെ ഒത്തിരി പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം, അതിൽ കൂടുതൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സാബുമോൻ്റോട് ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവാൻ സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ സാബുമോൻ അവിടെയുള്ള അംഗങ്ങളോട് പറയുന്നു, നിങ്ങൾ ആരോ എന്നെപ്പറ്റി പരാതി ബിഗ് ബോസിനോട് പറഞ്ഞു, അതുകൊണ്ട് ബിഗ് ബോസ് തിരിച്ചു ചെല്ലാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളെന്ന് പറഞ്ഞ്, ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല സാവു ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്, ഞാൻ വന്നപ്പോൾ 2 ആഴ്ച ഇവിടെ നിൽക്കാൻ വന്നെന്ന് പറഞ്ഞാൽ ചുമ്മാതെയാണ്, ഇന്ന് തന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അങ്ങ് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സാവുമോൻ ബിഗ് ബോസിൽ നിന്നും പോയി. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, അത് ഗോതമ്പ് പൊടി കൈകൊണ്ട് എടുക്കാൻ പാടില്ല, വാ കൊണ്ട് ഒരു ബൈൻഡ് വെച്ചെടുത്ത് 5 പേര് വെച്ച് കളിക്കണം. അതിൽ നമ്മൾ അനുവും ആര്യനും നൂറയൊക്കെ ഉണ്ടായിരുന്നു, അവർ കിടന്ന് കോരിക്കൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഊതി മുഖം മൊത്തമാക്കി. ലക്ഷ്മിയും പിന്നെ നിവിൻ, ബാബുമോൻ എന്നിവരാണ് ജയിച്ചത്. ബാക്കി വന്ന ഗോതമ്പ് പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയായി.